ഗൈസ് അങ്ങനെ സൂപ്പർമാൻ കണ്ടു. ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ പോയി കണ്ടു. സംഭവം കിടിലം പടം. ഉള്ള കാര്യം പറയാം, നല്ല കിടിലം പടമാണ്. എന്നാൽ നമ്മുടെ മാൻ ഓഫ് സ്റ്റീലൊക്കെ ഇല്ലേ, സൂപ്പർമാൻ അല്ലെങ്കിൽ സൂപ്പർമാൻ ബി ബാറ്റ്മാൻ, ആ ഒരു ലെവലിലൊക്കെ എത്തുമെന്ന് ചോദിച്ചാൽ അത്ര എത്തില്ല. ഓഫ്കോഴ്സ് ഒരു ജെയിംസ് ഗണ്ണാണ് ഡയറക്റ്റ് ചെയ്തത്. സോ അതിൻ്റെ പോരായ്മയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മാർവൽ മൂവീസ് പോലെ കുറച്ച് കളർഫുള്ളാണ്. സാധാരണ ഡി സി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഡാർക്ക് വൈബാണോ നമുക്ക് കിട്ടുന്നത്. ഇതങ്ങനെ ഡാർക്കൊന്നുമല്ല, കുറച്ച് ലൈറ്റ് തീമിലാണ് എടുത്തതാണ്. സംഭവം കൊള്ളാം, നല്ല പടം. പുതിയ നമ്മുടെ സൂപ്പർമാൻ ഡേവിഡ് കോൺസ്വേറ്റ് ആണെങ്കിലും പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹെൻറി കാവിലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും രണ്ട് തരത്തിലാണ് അഭിനയിക്കുന്നത്. ഇതിൽ അവർ ക്ലർക്ക് കെൻറ്റിലേക്കല്ല അധികം പോയേക്കുന്നത്, അവർ സൂപ്പർമാൻ സൈഡിലേക്കാണ് പോയേക്കുന്നത്. ഓഫ്കോഴ്സ് അതിൻ്റേതായിട്ടുള്ള ലൈക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രശ്നങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. സൂപ്പർമാൻ എന്താ പറയുക, നമ്മുടെ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു സൂപ്പർ ഹീറോ സൈഡിലേക്കാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു എന്താ പറയുക, കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ക്ലാസിക് സൂപ്പർ ഹീറോ മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ എന്താ സ്ഥിരം കാണുന്ന പോലെ ഈ ഒരു നമ്മുടെ എന്താ വില്ലൻ എപ്പോഴും ഒന്നെങ്കിൽ പറഞ്ഞു തന്നൊക്കെ നമ്മുടെ മാർവലിൻ്റെ ഒക്കെ ഉള്ള ഫുൾ മൂവീസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഈ അടുത്തിറങ്ങിയ എല്ലാ മൂവീസിലും അതുപോലെ തന്നെയാണല്ലോ. ഒന്നെങ്കിൽ വില്ലനെ പറഞ്ഞു തന്നാക്കും, ഇല്ലെങ്കിൽ വില്ലൻ ചാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ലെക്സ് ലൂതർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ ഒരു നല്ല രീതിയിൽ പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണോ ഒരു വില്ലൻ വേണ്ടത്, അതായത് നമുക്ക് നമ്മുടെ ബാറ്റ്മാന് എങ്ങനെയാണോ ജോക്കർ പോലെ, അതുപോലെ തന്നെയാണ് സൂപ്പർമാന് ലെക്സ് ലൂതർ. അത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ നടൻ്റെ പേരെന്താണ്, നിക്കോളസ് ഹോൾട്ട് എന്ന നടൻ, ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് നല്ല മെനയ്ക്ക് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ചുമ്മാ കുറേ ക്യാരക്ടേഴ്സിനെ കുത്തി നിറച്ചോന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് പേര് അനാവശ്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അവരൊന്നും ആ ഒരു സൈഡൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കൂടുതലും സൂപ്പർമാനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇതിൽ ജസ്റ്റിസ് ഗ്യാങ് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ടീം ലൈക്ക് ഗ്രീൻ ലാൻഡേൺ, ടെർഫയർ, ഹോക്കുകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ എന്താ പറയുക, പ്രത്യേകിച്ച് അതിൽ ഹോക്കുകളൊന്നും ലൈക്ക് ഒട്ടും എന്താ പറയുക, ഒട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആ ഭാഗമൊന്നും. അവർ ജസ്റ്റ് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ആ ഒരു ഗ്യാങ്ങിൽ തന്നെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് നമ്മുടെ ടെർഫയറാണ്. പുള്ളി അടിപൊളിയായിട്ട് ലൈക്ക് ഒരു സൂപ്പർമാനെയൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചില സീനൊക്കെ പുള്ളി നല്ല ക്ലീനായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് മറ്റേ ഇത് ക്രിപ്റ്റോ ആ ഡോഗ്, അത് സെറ്റപ്പിന് അടിപൊളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചില സീനിലൊക്കെ ആ ഒരു പട്ടിയുടെ തന്നെ ആ ഒരു എൻട്രി ഒക്കെ ഉണ്ടല്ലോ, അത് ഗംഭീര സാധനമാണ്. ഇനി ഇതിൻ്റെ ലൈക്ക് ടെക്നിക്കൽ സൈഡ് VFX സൈഡും CG ഒക്കെ നോക്കുകയാണെങ്കിൽ മോശമൊന്നുമല്ല. ഓഫ്കോഴ്സ് അവർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ചില സീൻസ്, ചെറിയ സീൻസൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു അനോയിങ് പോലെ തോന്നും. ഇതെന്തത് ഇവർ കാണിച്ചു വെച്ചേക്കുന്ന എന്നുള്ളൊരു ഇത് ചില സീൻസ് മാത്രമേ ഉള്ളൂ, എല്ലാ സീനൊന്നുമില്ല, ബാക്കിയെല്ലാം അടിപൊളിയാണ്. പക്ഷേ എനിക്കിതിലാകെ പ്രശ്നമെന്ന് തോന്നിയത് നമ്മുടെ സൂപ്പർമാൻ അല്ലെങ്കിൽ ക്ലാർക്ക് കെന്റും ലൂയിസ് ലെയ്നും അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് നമുക്കങ്ങ് കണക്റ്റ് ആവില്ല. കാരണം ഞാൻ നമ്മുടെ ജസ്റ്റിസ് ലീഗ്, മാൻ ഓഫ് സ്റ്റീൽ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് അവരുടെ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു ബോണ്ടിങ് കുറച്ചുകൂടെ കണക്ട് ചെയ്യും. പക്ഷേ ഇതിലെന്തോ അഭിനയം മോശമാണെന്നല്ല പറയുന്നത്. ആ ഒരു നടി അടിപൊളിയായിട്ട് അഭിനയിച്ചു, പക്ഷേ നമുക്കങ്ങ് കണക്റ്റ് ആവുന്നില്ല, ഒരു ഒന്നും ഫീൽ ആവുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇൻ ക്രെഡിറ്റ് സീനും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ പോയി കാണണമെന്നില്ല. അത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇരുന്ന് കാണാം. പക്ഷേ അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു 2 സീനാണ്, വേണമെങ്കിൽ കാണാം. പിന്നെ ഇതിലെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആക്ഷൻ സീക്വൻസ് വെച്ചിട്ടുണ്ട്. ചുമ്മാ കയറ്റിയിട്ടേക്കണല്ല, അതിന് ഓരോരോ ആക്ഷനും ഓരോ റീസൺസ് ഉണ്ട്. ആക്ഷൻ ആണെങ്കിലും ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. അതൊക്കെ നൈസായിട്ട് അവർ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും സ്റ്റണ്ടാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഹെൻറി കാവിലിൻ്റെ ഒരു സൂപ്പർമാനെ പോലെ അതിന് മുമ്പ് പുള്ളിയുടെയൊക്കെ സിനിമയിൽ പുള്ളീനൊരു ആ ഒരു സൂപ്പർമാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ഗോഡ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഗോഡൊന്നുമല്ല, നമുക്ക് സാധാരണ മനുഷ്യർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലാസിക് സൂപ്പർ ഹീറോ മൂവി. ഇതിൽ പുള്ളി ബാക്കിയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് മാത്രമല്ല, ലൈക്ക് വില്ലൻസിനെ തോപ്പിക്കണ മാത്രമല്ല, നമ്മുടെ സാധാരണ ജനങ്ങളെ രക്ഷിക്കുന്നതും കൂടെ അതും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ആനിമൽ ആണെങ്കിൽ പോലും അതിനെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പുള്ളി ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തേക്കുന്നത്.
ഇത് ഞാൻ കണ്ടത് 3D ഫോർമാറ്റില്ല, എനിക്ക് ഐമാക്സിൽ കാണാൻ പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് 3Dയിലാണ് കണ്ടത്. പക്ഷെ 3Dയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മുമ്പ് കണ്ട 3D ഫിലിംസ് ലൈക്ക് 3D കാണുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചൊരു ഒബ്ജക്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അത് ശരിക്കും അടുത്ത് തന്നെ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിന് ആ ഒരു കാണുന്ന ആ ഒരു സീൻ, ആ ഷോട്ടോ, ആ ഒരു വിഷ്വലിന് ഒരു 3D ഡെപ്ത് കൊടുക്കുക, അത്ര ഇതിലുള്ളൂ. അല്ലാതെ 3Dയിൽ പോയി നിങ്ങൾക്ക് 2D ആണെങ്കിലും കണ്ടാലും അത്ര ഡിഫറൻസ് തോന്നുന്നില്ല. ചിലപ്പോൾ ഐമാക്സിൽ പോയി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുമായിരിക്കും. അപ്പോൾ 3D തന്നെ കാണണമെന്നില്ല, 2Dയിൽ കണ്ടാലും മതിയാവും. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ടതൊരു ചാണാപ്പള്ളി തിയേറ്ററിലാണ്. കാരണം അതിൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഞാൻ മാത്രമല്ല അവിടെ നിന്ന് എല്ലാവരും ഒന്നുകൂടെ കാണേണ്ടി വന്നു. കാരണം 3D എന്ന് പറഞ്ഞ അവർ കാണിച്ചത് 2D വിഷ്വൽ അത് 3 പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഓവർലേ വെച്ച പോലെ എനിക്ക് തോന്നിയത്. കാരണം 3D നമുക്ക് ഫീൽ ചെയ്തില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. കാരണം എന്നിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞു അത് ഒന്നുകൂടെ ആ ഒരു ആദ്യം തൊട്ട് മൂവി ഇട്ടു, അങ്ങനെ കുറച്ച് ടൈം പോയി. അഫ്കോഴ്സ് ഇത് ഒരു DC-യുടെ നമ്മളെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെയാണ്. അതിൽ ഈ ഒരു മൂവി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ഡീസൻ്റായിട്ട് അവരെടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പ് അക്വാമാൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫ്ലാഷൊക്കെ ഇതുപോലെ അവർ ആദ്യമായിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു ചുമ്മാ ഒരു സൂപ്പർ ഹീറോ ഒരു ആൾക്കാർ രക്ഷിക്കുക അങ്ങനെയല്ല. ഇത് പക്ക ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. അതങ്ങനെ കറക്റ്റായിട്ട് അവർ കൊണ്ടുപോയി ഒരു പ്രോപ്പർ എൻഡിങ്ങിൽ അവർ എത്തിച്ചു. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. അടുത്തൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. ബൈ.